വെൽക്കം ടു ഹിന്ദി ഗുൽമോഹർ. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. 2018 നടന്ന JLTയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. हिंदी साहित्य के इतिहास का काल विभाजन करने वाला प्रथम इतिहासकार कौन है? डॉक्टर ग्रियर्सन. हिंदी साहित्य के इतिहास का काल विभाजन करने वाले प्रथम इतिहासकार कौन है? डॉक्टर ग्रियर्सन. ഓപ്ഷനിൽ മിശ്രബിന്ദു, രാമചന്ദ്ര ശുക്ല, ഗസർദ താസിയൊക്കെ ഉണ്ട്, മാറിപ്പോകരുത്. നെക്സ്റ്റ് വൺ, ഉത്തർ അപഭ്രംശിക്ക് പുരാനി ഹിന്ദി है. यह उत्तर अपभ्रंश ही पुरानी हिंदी है. घोषणा किसने की? उत्तर अपभ्रंश ही पुरानी हिंदी है. यह घोषणा किसने की? चंद्रधर शर्मा गुलेरी. नेक्स्ट वन, आदिकाल की शिलांकित कृति कौन है? ആദ്യകാൽ की ശീലാംകൃത കൃതി കോൺസി ഹെ. ഇങ്ങനൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം റാവുൽ വേലാണ്. 24, ഭോജ് പർമാർ की पुत्री राजमती की कथा बताने वाला रासो साहित्य कौन सा है? भोज परमार की पुत्री രാജമതി की കഥ बताने वाले രാസോ സാഹിത്യം. രാസോ സാഹിത്യമാണ്. അത് രാജമതിയുടെ കഥ പറയുന്നത് ഭോജ് പർമാർ की പുത്രിയാണ്. അത് ഏത് കഥ എന്ന് ചോദിച്ചാൽ ബീസൽ ദേവ് രാസോയാണ്. ബീസൽ ദേവ് രാസോ. ഇവിടെ സന്ദേശ് രാസകം, ഖുമാൻ രാസോയും പർമാൽ രാസോയും ഒക്കെ ഉണ്ട്. പക്ഷേ കറക്റ്റ് ആൻസർ ബീസൽ ദേവ് രാസോ. നെക്സ്റ്റ് വൺ, खेती न किसान को भिखारी को न भीख बलि बनिक को बनिज न चाकर को चाकरी. ഉക്ത് പങ്ക്തി കിസ്കി ഹെ. അതിൽ അവസാനം വരുന്ന ചാക്കർക്കോ ചാക്രിയൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ടല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് തുളസിദാസിൻ്റെയാണ്. തുളസിദാസിൻ്റെ ദോഹയിൽ നിന്നാണ് പറയുന്നത്. ഖേത്തീന കിസാൻ കോ ഭിഖാരി കോ ന ഭീഖ് ബലി ബനിക കോ ബനിജ് ന ചാക്കർക്കോ ചാക്രി. उक्त पंक्ति किसकी है? तुलसीदास. नेक्स्ट वन, पृथ्वीराज रासो में कितने छंद होते हैं? പൃഥ്വിരാജ് രാസയിൽ കിത്തനെ ചന്ത് എന്നാണ്. ഇവിടെ ഒരു 69 എന്നുണ്ട്. അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകരുത്, കാരണം 69 സർഗങ്ങളാണ്. എന്നാൽ എത്ര ചന്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ 16,306 ചന്ത്. ആ നമ്പർ ഓർത്ത് വെച്ചോ, 16306. ഇവിടെ 69 എന്ന് പറയുന്നത് സർഗമാണ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്. പക്ഷേ JLT ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് ഫോർവേഡായിട്ട് ചിന്തിക്കുക. नेक्स्ट वन, जयचंद्र प्रकाश की रचना किसने की? जयचंद्र प्रकाश की रचना किसने की? आंसर भट्ट केदार. भट्ट केदार. കൂടുതൽ പരിചയമുള്ള പേര് ജഗനിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകണ്ട. ഇതുപോലെ അങ്ങ് പഠിച്ചു വെച്ചുക. जयचंद्र प्रकाश की रचना किसने की? भट्ट केदार. नेक्स्ट वन, कबीरदास का शिष्य जिन्होंने कबीर की वाणी का संग्रह किया. കബീർദാസ് का शिष्य जिन्होंने कबीर की वाणी का संग्रह किया. നമുക്കറിയാവുന്ന ചോദ്യമാണ്. ഉത്തരമാണ് ധർമ്മദാസ്. നെക്സ്റ്റ് വൺ, ലാ जिन आई आपको दौरे आई हूँ साथ, यह किसका कथन है? ला जिन आई आपको दौरे आई हूँ साथ, यह किसका कथन है? ഇത് രത്നാവലിയിലാണ്. രത്നാവലി. ഇവിടെ മീരാഭായി, സുജാൻ, രാധ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ലാജ് ആയി ആപ്കോ ദൗരെ ഐ ഹോ സാത്ത്, ഇത് കിസ്കാ കഥൻ ഹി എന്ന് ചോദിച്ചാൽ രത്നാവലി. നെക്സ്റ്റ് വൺ, सूरदास की मृत्यु किस गाँव में हुई? सूरदास की मृत्यु किस गाँव में हुई? पारसोली में. सूरदास की मृत्यु पारसोली में. सूरदास, കബീർദാസ്, തുളസിദാസ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സാധാരണ കബീർദാസ് ആണ്. പക്ഷേ നമ്മൾ ഇതുകൂടെ ഓർത്ത് വെച്ചേക്കുക. सूरदास की मृत्यु किस गाँव में हुई? पारसोली में. नेक्स्ट वन, 31, केशवदास द्वारा रचित अलंकार संबंधी ग्रंथ कौन सा है? സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. JLTക്കായാലും HSAക്കായാലും കേട്ടിട്ടായാലും. കേശവദാസ് ദ്വാര രചിത അലങ്കാർ സംബന്ധി ഗ്രന്ഥ कौन सा है? കവി പ്രിയ. കവി പ്രിയ. नेक्स्ट वन, ഖാലിക് ബാരി കിസ്കി രചന ഹെ. ഖാലിക് ബാരി കിസ്കി രചന ഹെ പെട്ടെന്ന് തന്നെ നമുക്കറിയാം. നമ്മൾ അമീർ ഖുസ്രുവിൻ്റെ സെലക്റ്റീവായിട്ടുള്ള കൃതികൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഖാലിക് ബാരി എന്ന് പറയുന്നത് അമീർ ഖുസ്രുവിൻ്റെ കൃതിയാണ്. നെക്സ്റ്റ് വൺ, ജായ്സി ദ്വാര രചിത ലഘു പ്രേമാഖ്യാൻ. ജായ്സി ദ്വാര രചിത ലഘു പ്രേമാഖ്യാൻ. നമ്മളിത് കാണുമ്പോൾ പത്മാവതിലോട്ട് ഓടിപ്പോകരുത്. ചോദ്യം ഇതാണ്, ലഘു പ്രേമാഖ്യാൻ എന്നാണ്. ഇവിടെ പത്മാവതം, കഹർനാമ, മസൽനാമ ഒക്കെ ഉണ്ട്. പക്ഷേ ലഘു പ്രേമാഖ്യാൻ എന്ന് പറയുന്നത് ചിത്രരേഖ. നെക്സ്റ്റ് വൺ, 34, രീതികാൽ കാ പ്രവർത്തക കവി കോൻ ഹെ. തന്നിരിക്കുന്നതിൽ രീതികാലിൻ്റെ പ്രവർത്തക കവി കോൻ ഹെ എന്ന് ചോദിച്ചു. ഘനാനന്ദുണ്ട്, ഭൂഷണുണ്ട്, ബിഹാരിയുണ്ട്. രീതികാൽ കവി എന്ന് പറയുമ്പോൾ ഇവിടെ കേശവദാസാണ്. കേശവദാസ്.
उत्तम पुरुष प्रधान आत्मनिवेदन की शैली में काव्य रचना करने वाले कवि कौन है? उत्तम पुरुष प्रधान आत्मनिवेदन की शैली में काव्य रचना करने वाली कवि कौन है? ആലമുണ്ട്, ടാക്കൂറുണ്ട്, ബോധമുണ്ട്. ഇവിടെ നമുക്കധികം കൺഫ്യൂഷൻ വരില്ല. തന്ന ഓപ്ഷൻസിൽ വെച്ച് അതാര് തന്നെയാണ് ഖാനാനന്ദ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ആത്മപുരുഷ് പ്രധാൻ आत्मनिवेदन की शैली में काव्य रचना करने वाली कवि ഖാനാനന്ദ്. नेक्स्ट वन, केवल एक ग्रंथ की रचना करने भी कवियों की भक्ति में उत्कृष्ट स्थान प्राप्त करने वाली രീതികാൽ के കവി. ഒറ്റ കൃതി കൊണ്ട് തന്നെ രീതികാല സാഹിത്യത്തിൽ തൻ്റെതായ ഇരിപ്പിടം സ്ഥാപിച്ച കവി ആരാണ്? ഇവിടെ രസ്നദി, വൃന്ദ, പച്ചസേനൊക്കെ ഉണ്ട്. പക്ഷേ ബിഹാരിയാണ്. ബിഹാരി സത്സയ് എന്ന് നമുക്കറിയാം. നെക്സ്റ്റ് വൺ, സുകവിൻ ഹൂം की कछु कृपा समुची कविन को पंथ. यह किसकी पंक्ति है? यह किसकी पंक्ति है? सुकविन हों की कछु कृपा समुची कविन को पंथ. ഇത് കിസ്കി പങ്ക്തി ഹെ? ഇത് ഭൂഷണിൻ്റെതാണ്. മധുരാമ്, ചിന്താമണി, ദേവൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെലക്റ്റീവായിട്ട് കുറച്ച് അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. ഈ പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സുവക്കിന് ഹൂം की कछु कृपा समुची कवि को पंथ. ये किनकी पंक्ति है? भूषण. 38, कवि वचन सुधा. कवि वचन सुधा पत्रिका के संपादन भारतेंदु हरिचंद्र. നമ്മൾ പഠിച്ചതാണ് കവി വചൻ സുധ കിസ് പത്രിക के संपादन भारतेंदु हरिचंद्र. 39, मैथिली शरण गुप्त की प्रथम रचना. ഇവിടെ ഭാരത് ഭാരതി, സാക്കേത്, ജയചന്ദ്രവധ, രംഗ് മേ രംഗ് ഉണ്ട്. മൈഥിലി ശരൺ ഗുപ്തയ്ക്ക് പ്രഥമ രചന രംഗ് മേ രംഗ്. കവികളുടെയും കഥാകാരന്മാരുടെയും പ്രഥമ രചനയും അന്ത്യരചനയും ഓർത്ത് വയ്ക്കുക. അൺഫിനിഷ്ഡ് വർക്ക്സ് ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെച്ച്. ഇവിടെ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ പ്രഥമ രചന രംഗ് മേ ഭംഗ്. മറ്റൊന്ന്, മഹാവീർ പ്രസാദ് ദ്വിവേദി ദ്വാര സമ്പാദിത പത്രിക. നമുക്ക് തെറ്റില്ല, സരസ്വതിയാണ്. മഹാവീർ പ്രസാദ് ദ്വിവേദി ദ്വാര സമ്പാദിത പത്രിക എന്ന് പറയുന്നത് സരസ്വതിയാണ്. നെക്സ്റ്റ് വൺ, ബുദ്ധിവാദ് കെ വിരോധ് മേം ഹൃദയ തത്വ की പ്രതിഷ്ഠ करने वाले ജയശങ്കർ പ്രസാദ് की കൃതി. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ബുദ്ധിവാദ് കെ വിരോധമേം ഹൃദയ തത്വയ്ക്ക് പ്രതിഷ്ഠ करने वाली ജയശങ്കർ പ്രസാദ് की കൃതി. ഇവിടെ പ്രേം പഥിക്, അൻസു, പ്രേമരാജൊക്കെ ഉണ്ട്. എന്നാൽ അൻസു ഇതല്ല എന്ന് നമുക്കറിയാം. പിന്നെ വരുന്നത് പ്രേം പഥികും പ്രേംരാജും. എന്നാൽ കാമായിനി നമ്മൾ മാത്രമായിട്ട് പഠിക്കുമ്പോൾ ഇതേ സെൻറ്റൻസ് ഇതുപോലെ പഠിക്കുന്നുണ്ട്. ബുദ്ധിവാദ് കെ വിരോധമേം ഹൃദയ തത്വയ്ക്ക് പ്രതിഷ്ഠ करने वाली ജയശങ്കർ പ്രസാദ് की കൃതി കാമായിനി. नेक्स्ट वन, हिंदी में लिखित प्रेमचंद्र का पहला उपन्यास. हिंदी में लिखित प्रेमचंद्र का पहला उपन्यास. ഹിന്ദിയിൽ എഴുതിയ പെഹല ഉപന്യാസം ഏതെന്ന് ചോദിച്ചാൽ കായാകൽപ്പാണ്. ഗോദാന്, രംഗഭൂമി, ഗമനൊക്കെ ഉണ്ട്. എന്നാൽ പെഹല ഉപന്യാസ് കായാകൽപ്പാണ്. 43, ഛായാവാദ് കവി के बृहत्त्रयी में इनमें से किसका स्थान नहीं होता? ഛായാവാദ് കവി के ബൃഹത്രയീ में इनमें किसका स्थान नहीं होता? അതിൽ ജയശങ്കർ പ്രസാദ്, സുമിത്രാനന്ദൻ പന്ത്, നിരാല, മഹാദേവി വർമ്മ ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ പറയുന്ന ബൃഹത്രയിൽ വരാത്തതെന്ന് ചോദിച്ചാൽ അത് മഹാദേവി വർമ്മയാണ്. നെക്സ്റ്റ് വൺ, 1962 में चीनी आक्रमण की पृष्ठभूमि पर लिखी गई है रामधारी सिंह दिनकर की कविता. കുരുക്ഷേത്ര, ദില്ലി, ഇതിഹാസ് കെ അൻസു. ഇതിൽ കുരുക്ഷേത്ര അല്ല, ദില്ലി എന്നാണെന്നറിയാം. പിന്നെ വരുന്നത് പരശുരാം കി പ്രതീക്ഷയും ഇതിഹാസ് കെ അൻസു ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ പരശുരാം കി പ്രതീക്ഷ ആണ്. അതിൻ്റെ തീം എന്ന് ചോദിച്ചാൽ അതിൻ്റെ രചനയ്ക്ക് വേണ്ട രചനയുടെ തീം വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ചീനി ആക്രമണിക്ക് പൃഷ്ഠഭൂമി पर लिखी गई रामधारी सिंह दिनकर की കവിതയാണ്. नेक्स्ट वन, माखनलाल चतुर्वेदी और माधवराव सप्रे के संपादन में प्रकाशित पत्रिका कर्मवीर. ഇത് വലിയതായിട്ട് നമുക്ക് തെറ്റില്ല. മാഖൻലാൽ ചതുർവേദി അവർ മാധവറാവ് സപ്രെ के संपादन में प्रकाशित पत्रिका कर्मवीर.